ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബി അനാഥനായിട്ടാണ് വളർന്നത്. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മദീനയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു മലമുകളിലാണ് അബ്ദുൽ ഉസ്സ താമസിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ വാപ്പ മരിച്ചുപോയി. തന്റെ ഒരു പിതൃവ്യൻ അബ്ദുൽ ഉസ്സയെ സംരക്ഷിച്ചു. അങ്ങനെയാണ് ഒരിക്കൽ അബ്ദുൽ ഉസ്സയുടെ അടുക്കലേക്ക് തന്റെ അയൽവാസികളായ ചില ആളുകൾ വരുന്നത്. അവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അബ്ദുൽ ഉസ്സക്ക് മുഹമ്മദുർ റസൂലിനെ കുറിച്ച് മനസ്സിലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ ഉസ്സക്ക് അവർ ഖുർആൻ കേൾപ്പിച്ചു. അബ്ദുൽ ഉസ്സക്ക് അവർ നബിയുടെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തു. അബ്ദുൽ ഉസ്സക്ക് മുസ്ലിമാവാൻ വലിയ ആഗ്രഹം. അബ്ദുൽ ഉസ്സ രഹസ്യമായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് മുസ്ലിമായി. എന്നിട്ട് എല്ലാ ബിംബാരാധനകളിൽ നിന്നും ആ മനുഷ്യനകന്നു. പിതൃവ്യൻ വലിയ പണക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു. സമ്പന്നനായ തന്റെ പിതൃവ്യൻ അബ്ദുൽ ഉസ്സയോട് പലതവണ ആവശ്യപ്പെട്ടു, അബ്ദുൽ ഉസ്സ, നീ മുസ്ലിമായിട്ടുണ്ടോ? നീ മുഹമ്മദിന്റെ മാർഗത്തിൽ പിന്തുടർന്നിട്ടുണ്ടോ? അതെ, ഞാൻ മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചയാളാണ് എന്ന് പറഞ്ഞു അബ്ദുൽ ഉസ്സ. വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അവസാനം പറഞ്ഞു അബ്ദുൽ ഉസ്സ, നിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവൻ ഞാൻ ഊരിയെടുക്കും. കാരണം അത് ഞാൻ തന്ന പണം കൊണ്ട് നീ ഉണ്ടാക്കിയ വസ്ത്രങ്ങളാണ്. നിന്റെ ഭക്ഷണം ഞാൻ മുടക്കും. അങ്ങനെ അബ്ദുൽ ഉസ്സക്ക് ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു. തന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മുഴുവൻ പിതൃവ്യൻ ഉരിഞ്ഞു മാറ്റി. ആകെ ഉണ്ടായിരുന്നത് നാണം മറക്കാൻ ആവശ്യമായ പഴകിയ ഒരു തുണിക്കഷ്ണം മാത്രമായിരുന്നു, മറ്റൊന്നുമില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കാലിൽ ചെരുപ്പില്ലാതെ മലയുടെ താഴേക്ക് ഇറങ്ങി കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം നടന്ന് അബ്ദുൽ ഉസ്സ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി. പരിശുദ്ധ ഹബീബ് അപ്പോൾ പള്ളിയിലില്ല. പള്ളിയുടെ സമീപത്ത് നിന്നു. സ്വഹാബികളൊക്കെ ഈ മനുഷ്യനെ കാണുകയാണ്. മുകളിൽ ഒരു ഷർട്ടിടാതെ, തലയിൽ ഒന്നുമില്ലാതെ, കേവലം ഒരു തോർത്തുപോലെ ചെറിയ ഒരു കഷ്ണം കൊണ്ട് മാത്രം നാളം മറച്ചിരുന്ന ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയെ കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമായി. നബി വന്നപ്പോൾ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടെ ദുൽബിജാദൈനിയായ ഒരാൾ വന്നിട്ടുണ്ട്. ദുൽബിജാദൈൻ എന്ന് പറഞ്ഞാൽ നടന്ന് ശരീരത്തിലുണ്ടായിരുന്ന ഈ വസ്ത്രം 2 കഷ്ണമായി മാറിയപ്പോൾ 2 കഷ്ണം വസ്ത്രം ധരിച്ച ഒരാൾ. ബിജാദ് എന്ന് പറഞ്ഞാൽ പുതപ്പ്, ശീല എന്നൊക്കെയാണ് അർത്ഥം. ദുൽബിജാദൈൻ, അങ്ങനെ 2 ശീലകൾ കൊണ്ട് നാണം മറക്കുന്ന ഒരാൾ അവിടെയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയെ സ്വീകരിച്ചു. ആവശ്യമായ സൽക്കാരങ്ങൾ നടത്തി. പിന്നെ അദ്ദേഹം താമസിച്ചത് മദീനയിലാണ്. എപ്പോഴും നബിയോട് കൂടെ തന്നെ ഉണ്ടാകും. റസൂലുള്ളാഹിനോട് സ്വർഗം തേടും. നബിയേ, ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടാകും. ആ സമയത്തൊക്കെ ചോദിക്കും, യാ റസൂലല്ലാഹ്, എനിക്ക് രക്തസാക്ഷിയാവാൻ അവസരമുണ്ടാകുമോ? ബഹുമാനപ്പെട്ട റസൂലുള്ള ദുആ ചെയ്തില്ല. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ തയ്യാറായില്ല. തബൂക്ക് യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് ദുൽബിജാദൈൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് രക്തസാക്ഷിയാവാൻ അങ്ങ് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഈ പോരാട്ടത്തിൽ നീ ദുൽബിജാദൈനിക്ക് നീ മരണം കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെ അവർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തബൂക്കിലേക്ക്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ തബൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഞാൻ പെട്ടെന്ന് രാത്രിയിൽ ഞെട്ടി എഴുന്നേറ്റു. എന്റെ സമീപത്ത് തന്നെയായിരുന്നു റസൂലുള്ളാഹിന്റെ വിരിപ്പുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിരിപ്പിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ വിരിപ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ അബൂബക്കറിന്റെ അവിടെ പോയി, അവിടെ നബിയില്ല. ഞാൻ സ്വഹാബികളുടെ പലരുടെയും പോയി നോക്കി, അവിടെ അവര് തന്നെ ഇല്ല. പടച്ചവനെ, ഇവരെവിടെ പോയി? ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ എല്ലാവർക്കും കുറച്ചപ്പുറത്തായി ഒരു വെളിച്ചം ഞാൻ കണ്ടു. ഞാൻ ആ വെളിച്ചത്തിന്റെ സമീപത്തേക്ക് ഇങ്ങനെ കടന്നു ചെന്നു. എന്താണ് ഇവിടെ ഒരു വെളിച്ചം? നോക്കുമ്പോഴുണ്ട് അവിടെ കുറച്ച് സ്വഹാബികളുണ്ട്. അവിടെ ഒരു ഖബർ കുഴിച്ചിട്ട് ആ ഖബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. നബി തിരുമേനിയുടെ സമീപത്തായി ഒരു മയ്യിത്തുമുണ്ട്.
അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഒരു മയ്യിത്തുമുണ്ട്. ഞാൻ ചോദിച്ചു, അബ്ദുള്ള പറയുകയാണ്, ഇതാരുടെ മയ്യിത്താണ്, ആരാണ് നമുക്കിടയിൽ നിന്ന് മരിച്ചുപോയത്? അവിടുന്ന് പറഞ്ഞു, അറിയില്ലേ, ഹാദാ അഖൂക ദുൽ ബിജാദൈൻ, ഇത് നിന്റെ സഹോദരനായ ദുൽ ബിജാദൈനിയാണ്. രാത്രി അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചു. പകല് യുദ്ധം ചെയ്യേണ്ടതാണല്ലോ, നമ്മൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. അതെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിങ്ങനെ കണ്ടു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സാധാരണ ഖബറിലേക്ക് ഇറങ്ങാറില്ല. റസൂലുള്ള ഖബറിലേക്ക് ഇറങ്ങി, എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ, ഉമറേ, ദല്ലൂനി, ആ മയ്യിത്തിന്റെ അടുക്കലേക്കൊന്ന് താഴ്ത്തിത്താ. അവർ രണ്ടുപേരും തങ്ങളുടെ കയ്യിൽ പിടിച്ച മയ്യിത്ത് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. മയ്യിത്ത് ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ ഖബറിൽ നിന്ന് തന്നെ റസൂലുള്ള ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കുകയാണ്. അല്ലാഹ്, ഈ മനുഷ്യനോട് എനിക്ക് വലിയ തൃപ്തിയായിരുന്നു, ഈ മനുഷ്യനോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഫർള അൻഹു, ഈ മനുഷ്യനോട് നീയും തൃപ്തിപ്പെടണം. ആരും പരിഗണിക്കാതിരുന്ന, എല്ലാവരും അവഗണിച്ചിരുന്ന ദുൽ ബിജാദൈനി എന്ന് പറയുന്ന സ്വഹാബിയെ കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുകയാണ്, പടച്ചവനെ, ഞാൻ വിചാരിച്ചു ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു മരണപ്പെട്ടിരുന്നത് എങ്കിൽ. കാരണം അബൂബക്കറിന്റെയും ഉമറിന്റെയും സാന്നിധ്യത്തിൽ മുത്ത ഹബീബല്ലയോ ഖബറിലേക്ക് വെച്ചത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് കിട്ടാതിരിക്കുക? അവിടെ സമാധാനമേ ഉള്ളൂ. മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നുമേ സ്വർഗത്തിൽ ഉണ്ടാവില്ല, അല്ലേ? അവിടെ അവർ മൂത്രമൊഴിക്കുകയില്ല, അവിടെ അവർ കാഷ്ടിക്കുകയില്ല, അവിടെ ദാഹമുണ്ടാവുകയില്ല. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ, അവിടെ നഗ്നതയുണ്ടാവുകയില്ല, അവിടെ നിനക്ക് വിശപ്പ് അനുഭവപ്പെടുകയുമില്ല. വഅന്നക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹാ, നിനക്കവിടെ വെയിൽ കൊള്ളേണ്ടതില്ല, നിനക്ക് ദാഹിക്കേണ്ടതില്ല. കളക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട എന്നാണല്ലോ മഹാനായ തഴവ ഉസ്താദ് പാടിയിട്ടുള്ളത്. ഓരോ പുരുഷനും അവിടെ 33 വയസ്സായിട്ട് അല്ലാഹു നിജപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ സന്തോഷമാണ്. ആലോചിച്ച് നോക്കുന്നതാണ് ദാറുസ്സലാം. മൂന്നാമത്തെ സ്വർഗത്തിന്റെ പേരാണ് ദാറുൽ ഖുൽദ്. എന്തുകൊണ്ട്? ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ ശാശ്വതരാകുന്നു. ദുനിയാവിലല്ല, മരിച്ചു പോകേണ്ടവരാണ്. സമയം അറിയാത്തതുള്ളൂ. മരണം ഉറപ്പാണ്, നമ്മെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇങ്ങനെ അടുക്കുന്നത് കൊണ്ട് ആയുസ് ഇങ്ങനെ കുറവാണ്. സ്വർഗത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, അല്ലേ? അദ്ൻ എന്നത് മറ്റൊരു പേരാണ്, ജന്നാത്തു അദ്ൻ, അല്ലേ? ജന്നാത്തു അദ്ൻ, ദാറുൽ ഖുൽദ്, ശാശ്വതമായ ഏദൻ തോട്ടം എന്നൊക്കെ പറയും മലയാളത്തിൽ. ജന്നാത്തു അദ്ൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജന്നാത്തു അദ്ൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. പടച്ചോൻ പറയാണ്, ശാശ്വതമായ സ്വർഗം, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ അടിവാരത്തുകൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഖാലിദീന ഫീഹാ, കടന്നു കിട്ടിയാൽ പിന്നെ പുറത്തേക്കുള്ള വരവില്ല. അങ്ങനെ സ്വർഗത്തിൽ കടന്ന് പുറത്തേക്ക് വന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബിക്ക് നിങ്ങളോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് വരില്ലായിരുന്നല്ലോ. കാരണം സ്വർഗത്തിൽ കടന്നാൽ ആരാണ് പുറത്തേക്ക് വരിക, അല്ലേ?
സ്വർഗം എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂൽ നേരിൽ പോയി കണ്ടു ആസ്വദിച്ചു. ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ അവിടുന്ന് അനുഭവിച്ചു. പക്ഷേ ആ സ്വർഗത്തിൽ നിന്ന് മുഹമ്മദ് നബി പുറത്തു വന്നു. എന്തിനു വേണ്ടി? നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് വീണ്ടും വന്നു. ജന്നത്ത് ബി ഗവാറാ ഹൈ മഗർ മേരെ ലിയേ കാതിബേ തഖ്ദീർ മദീന ലിഖ് ദേ താജ് ദാറേ ഹറം. രണ്ട് ഹറമുകളുടെയും രാജകുമാരനായ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാശ്വതമായ സ്വർഗത്തിലെ രാജകുമാരനായിരിക്കും. അല്ലാഹു നമ്മളെയും ആ സ്വർഗത്തിൽ കടത്തട്ടെ. ആമീൻ പറയൂ. അല്ലാഹു സ്വർഗത്തിൽ കടത്തട്ടെ. മറ്റൊരു പേരാണ് നേരത്തെ പറഞ്ഞതുപോലെ ഫിർദൗസ്, സ്വർഗത്തിന്റെ പേരാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 10ാമത്തെ ആ ഭാഗത്തുള്ള ആയത്തുകളാണ്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ ജന്നത്തുൽ ഫിർദൗസ് അനന്തരമായി കിട്ടുന്നതാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതരാണ്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുക, അല്ലാഹുവിനോട് ചോദിക്കുക. വേറൊന്നാണ് അൽ മഖാമുൽ അമീൻ, നിർഭയസ്ഥാനം. സ്വർഗത്തിന്റെ പേരാ, പേടിക്കേണ്ടതില്ല. ഇവിടെ എത്ര വലിയ വീടാണെങ്കിലും എത്ര വലിയ സൗകര്യമുള്ള സ്ഥലമാണെങ്കിലും ഒരു ഭയം, ഒരു പേടി ഇല്ലാതിരിക്കില്ലല്ലോ. കറണ്ട് ബില്ല് കൊടുക്കണം, ഫോൺ ബില്ല് കൊടുക്കണം, ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ, വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഭയമാണ്, പേടിയാണ്. പക്ഷെ അവിടെ പേടിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ നിർഭയ സങ്കേതമാണ്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ നിർഭയ സങ്കേതത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നു. വേറൊരു പേരാണ് സ്വർഗത്തിന്റെ മഖ്അദു സിദ്ഖ്, സത്യസന്ധമായ, സത്യസമേതമുള്ള ഇടം. സത്യസന്ധമായിട്ട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇരിപ്പിടം അല്ലേ? അതാണ് ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സൂറത്തുർ റഹ്മാന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്ത്. സൂറത്തുൽ ഖമറിന്റെ അവസാനത്തിൽ വിശ്വാസികളായ ആളുകൾ ഫീ മഖ്അദി സിദ്ഖിൽ ആയിരിക്കും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരു യോഗ്യതയുമില്ല പറയാൻ, ഒരു യോഗ്യതയുമില്ല മുഅ്മിനേ. നമ്മളൊക്കെ സ്വർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോ, സ്വർഗത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മുഅ്മിനേ. ഇത് പറയാൻ നമുക്ക് അവസരം ഒരുക്കിയതാരാ? ഇത് പറയാൻ നമുക്ക് അവസരമുണ്ടായത് എങ്ങനെയാ? ഇങ്ങനെ സംഘടിപ്പിക്കാൻ, ഇങ്ങനെ ഒരുമിച്ച് കൂടി വഅദ് പറയാൻ കണ്ടില്ലയോ? SKSSFന്റെ റമദാൻ പ്രഭാഷണമാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ, ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നന്മകൾ വ്യാപിപ്പിക്കാൻ അല്ലാഹുവാണേ ദുനിയാവിൽ യാതൊരു ഫലവും കാക്ഷിക്കാതെ എല്ലാം ഒഴിവാക്കി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചു മരിച്ചുപോയ ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യനാണ് CH ഐദറൂസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ. വലിയ മഹാനായിരുന്നു CH ഉസ്താദ്. ഈ പ്രസ്ഥാനത്തിന് SKSSF എന്ന പേര് നൽകിയത് ബഹുമാനപ്പെട്ട CH ഐദറൂസ് മുസ്ലിയാരായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഒരുപാട് ഹുദവി കുട്ടികളെ കാണുന്നുണ്ട്. ദാറുൽ ഹുദായിലും അതുപോലെ എന്റെ സ്ഥാപനമായ ചാമക്കാള നഹ്ജുർ റഷാദിലും ബഹുമാനപ്പെട്ട നമ്മുടെ കളമശ്ശേരിയിലെ ദാറുൽ ഹുദയുടെ കോളേജിലും ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടിലെ പ്രിയപ്പെട്ട ഹുദവികളായ കുട്ടികൾ, ഹുദവികളാകാൻ പഠിക്കുന്ന കുട്ടികൾ, ഞങ്ങളൊക്കെ ഹുദവികളാണ്. അബ്ദുൽ ഖാദർ ഹുദവിയുണ്ട്, അഷ്റഫ് ഹുദവിയുണ്ട്. ഞങ്ങൾക്കൊന്നും മറക്കാൻ കഴിയാത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു CH ഐദറൂസ് മുസ്ലിയാർ. സ്വർഗത്തിന്റെ അടയാളങ്ങളുമായി ജീവിതത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ അടുത്ത് എന്നോടൊരു സഹോദരൻ പറയുകയാണ്, അദ്ദേഹം കോഴിക്കോട് നടക്കാവിലെ റോഡ് സൈഡിലുള്ള പള്ളിയില് ബഹുമാന
ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ ഇങ്ങനെ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർസ് പഠിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു ആവശ്യത്തിന് പുറത്തു പോയിട്ട് രാത്രി 1 മണി സമയത്ത് പള്ളിയിൽ വന്നു. അങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. ആരാണെന്ന് നോക്കുമ്പോൾ വെള്ളത്തുണിയും തലപ്പാവും ഒക്കെ ധരിച്ച ഒരാളാണ്. ജനലിലൂടെ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് ഇവിടെ ഉണ്ടോ? ഉസ്താദ് ഉറങ്ങാണല്ലോ. ഇതാരാണ്? ഉസ്താദിനെ ഒന്ന് കണ്ടാൽ ഇവിടെ ഒന്ന് കിടക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇയാൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റായ, ഒരുപാട് പള്ളികൾക്കും മദ്രസകൾക്കും നേതൃത്വം നൽകുന്ന, കേരളത്തിലെ അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ വക്താവായ ഈ ദുർബലനായ മനുഷ്യനാണ് ആ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഉസ്താദേ, എവിടുന്നാ വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് വരികയാണ്. കണ്ണൂരിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞിട്ട് എനിക്കൊരു ലോറിയാ കിട്ടിയത്. ആ ലോറിയിൽ ഞാൻ കയറി വരികയായിരുന്നു. ആ ലോറിയിൽ കയറി ഞാൻ വരുമ്പോ ആ ലോറിയില് എനിക്ക് ആ ലോറിയിൽ എന്റെ ഡ്രൈവർക്ക് ഇവിടെ ഉറങ്ങണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ലോറിയിൽ കയറിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറയാണ്, തലയിണ വേണോന്ന് ചോദിച്ചു. തലയിണ വേണ്ട, തലയിണ വേണ്ട. പള്ളിയിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഒരു 4 മണി സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പള്ളിയുടെ മിഹ്റാബിന്റെ സമീപത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി അത് ഉസ്താദാണ്. രാത്രി 1 മണി വരെ ലോറിയിൽ വന്നിട്ട് ആ ലോറിയിൽ നിന്നിറങ്ങി ഒരല്പസമയം കിടന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഇയാൾ പറയണ, അപ്പൊ പിന്നെ ഞാൻ കിടക്കുന്നത് ശരിയല്ലല്ലോ, ഞാനും വളൂ ചെയ്ത് അപ്പുറത്ത് പോയി നിസ്കരിച്ചു. ഞാനിങ്ങനെ നോക്കുകയാണ്. പെട്ടെന്നൊരു ഏങ്ങലടിക്കുന്ന ശബ്ദം, കരയുന്ന ശബ്ദം. ഉസ്താദ് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുവോട് ദുആരക്കുകയാണ്. അച്ചോനെ, ഞങ്ങളൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തെ നീ വളർത്തണേ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ, അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ അധ്വാനിച്ചു. ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാസങ്ങളോളം നിങ്ങൾ ഇതിന്റെ നോട്ടീസുകളും ഫ്ലക്സുകളുമായി എന്റെ SKSSF-ന്റെ പ്രവർത്തകന്മാർ, അവർ മാത്രമല്ല ദാറുൽ ഹുദയുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകൾ, അതുപോലെ പൊതുവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, പള്ളിയുടെയും മദ്രസയുടെയും കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളുകൾ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇരുട്ടിന്റെ മറവിൽ എല്ലാവരും ഉറങ്ങുമ്പോ ആ ഉറക്കം ഒഴിവാക്കിയിട്ട് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്ന ഈ സ്വാത്വികരായ മനുഷ്യരായിരുന്നു. മഹാനായ CH ഉസ്താദായിരുന്നു. അല്ലാഹു അവരുടെ ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇവരാണ് നമ്മെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇത് കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല, സ്വർഗം നേടുക എന്നുള്ളത് എളുപ്പമായ കാര്യമല്ല. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സ്വർഗം പടച്ചപ്പോൾ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ, ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, നീ ആ സ്വർഗത്തിലേക്കൊന്ന് പോയിട്ട് ആ സ്വർഗം ഒന്ന് കണ്ടുവാ എന്ന് പറഞ്ഞു. ഫദഹബ, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. ഫനദറ ഇലൈഹാ, അങ്ങനെ ആ സ്വർഗമൊക്കെ കണ്ടു. തിരിച്ചു വന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ നീ എത്ര പ്രതാപശാലിയാണ്. ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, സ്വർഗത്തിലേക്ക് ആര് സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്നോ അവരാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ്. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല, അതിലേക്ക് കടക്കാൻ യാതൊരു പ്രയാസമില്ല, ഏതൊരാൾക്കും കടന്നു ചെല്ലാലോ. അപ്പോഴാണ് അല്ലാഹു സ്വർഗത്തിന്റെ ചുറ്റുഭാഗത്തും ഒരു വലയം സൃഷ്ടിച്ചത് എന്നാണ് ഹദീസിലുള്ളത്. മനുഷ്യന്റെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ പ്രയാസത്തോടെ, മനുഷ്യൻ ഒരൽപ്പം സങ്കോചത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് അല്ലാഹു സ്വർഗത്തിന് വലയം സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ജിബ്രീലേ, ഇനി ഒന്ന് നീ സ്വർഗത്തിലേക്ക് പോയി നോക്കൂ. ജിബ്രീൽ പോയപ്പോൾ, പടച്ചോനെ, 5 നേരങ്ങളിലുള്ള നിസ്കാരം കൊണ്ടുള്ള വലയം അല്ലേ, രാവിലെ എഴുന്നേൽക്കണം, വിശപ്പനുഭവിച്ചു കൊണ്ടുള്ള നോമ്പ് കൊണ്ടുള്ള വലയം
അല്ലേ? സക്കാത്ത് കൊടുക്കണം, പണത്തിൽ നിന്ന്, ധനത്തിൽ നിന്ന്, നിർബന്ധ ദാനം. ആ ദാനം സ്വന്തം കൈവശം വെക്കുമ്പോ ഇതിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവന്റേതാണ്, ഇതിൽ ഒരു ഭാഗം കടക്കാരൻ്റെതാണ്, ഇതിൽ ഒരു ഭാഗം വഴിയാത്രികന്റേതാണ് എന്ന് പറഞ്ഞ് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമല്ലോ. അത് മറ്റൊരു വലയമാണ്. ഹജ്ജ് ചെയ്യണം, കഅബ ശരീഫിന്റെ അടുക്കലേക്ക് പോയിട്ട് പണവും ആരോഗ്യവും സമയവും ചെലവഴിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്ന് അല്ലാഹുവിനോട് പറഞ്ഞു എന്നാണ്, ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദ്. അല്ലാഹുവേ, ആ സ്വർഗ്ഗത്തിൽ ഒരാളും കടക്കുകയില്ലേ എന്ന് ഞാൻ പേടിച്ചു പോയി റബ്ബേ. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല സ്വർഗ്ഗത്തിലും നരകത്തിലും എല്ലാവർക്കും ഓരോ സ്ഥാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് ഹദീസിൽ കാണുന്നത്. എല്ലാവർക്കും ഉണ്ട്. സ്വർഗ്ഗത്തിലും ഒരു സ്ഥാനം, നരകത്തിലും ഒരു സ്ഥാനം. സ്വർഗ്ഗത്തിൽ ആ സ്ഥാനം ലഭ്യമായാൽ നരകത്തിൽ ആ സ്ഥാനം അവിടെ വെറുതെയാവും. അപ്പോഴത് നരകവാസികൾക്ക് കിട്ടും. നരകവാസികൾക്ക് ഒരുക്കിയ സ്വർഗത്തിലുള്ള സ്ഥാനം സ്വർഗവാസികൾക്ക് കിട്ടും. മാമിൻകും മിൻ അഹദിൻ ഇല്ലാ വലഹു മൻസിലാൻ. സ്വർഗത്തിൽ 2 സ്ഥാനമില്ലാത്ത ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. മൻസിലും ഫിൽ ജന്ന, സ്വർഗത്തിലൊന്ന്, വ മൻസിലും ഫിന്നാർ. ഫഅമ്മൽ മുഅ്മിനു, അപ്പോൾ വിശ്വാസിയായ ഒരാൾ, ഫയബ്നി ബൈതഹു അല്ലദീ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ തന്റെ വീട് പണിയുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോ ഉപമകളാണ്, അലങ്കാരങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അല്ലാതെ സ്വർഗത്തിൽ ഇപ്പൊ എങ്ങനെയാ പോയിട്ട് വീട് പണിയുക? അതായത് അള്ളാഹു നൽകുന്ന അളവറ്റ ആ പ്രതിഫലത്തെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സർവശക്തനായ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ സ്വർഗത്തിൽ വീട് പണിതാൽ നരകത്തിലുള്ള വീട് അവർ പൊളിച്ചു കളയുന്നതാണ്. ഇതാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്, തിൽകൽ ജന്നത്തുല്ലതി നൂരിതുഹാ നൂരിതു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് നമ്മളുടെ അടിമകളിൽ നിന്ന് ആ സ്വർഗം നാം അനന്തരമായി നൽകുന്നത്. സ്വർഗവാസികൾ പ്രബലരാവുകയില്ല, സ്വർഗവാസികൾ വലിയ സ്ഥാനമുള്ളവരായി കൊള്ളണമെന്നില്ല, സ്ഥാനമുള്ളവർക്ക് സ്വർഗം കിട്ടുകയില്ല, അങ്ങനെയില്ല. സ്വർഗക്കാരിങ്ങനെ ആളുകൾക്കിടയിൽ വലിയ സ്ഥാനവും മാനവും ഉള്ള ആളുകളല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ദുർബലരായിരുന്നു ഉണ്ടായിരുന്നത്, അവശരായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ പീഡിതരായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബ് പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരെ കുറിച്ച് നിങ്ങളോട് ഞാൻ അറിയിച്ചു തരട്ടെയോ? അതാരാണ് നബിയേ? എല്ലാ ദുർബലരുമാണ്, എല്ലാ അവശരുമാണ്. അല്ലാഹുവിനോട് അവർ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം അല്ലാഹു നിറവേറ്റി കൊടുക്കുന്ന ദൗർബല്യത്തിന്റെ ഉടമകളാണ് സ്വർഗാവകാശികളെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. കുന്തു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിന്നു. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ അതിൽ അധികവും ഞാൻ കണ്ടത് പാവങ്ങളെയായിരുന്നു. റസൂലുള്ള പറയുകയാണ്, വ അസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, ധനത്തിന്റെ ഉടമകളെല്ലാം തടയപ്പെട്ടവരാണ്. ഗൈറ അന്ന അസ്ഹാബൻ നാർ, എന്തുകൊണ്ടാണ് ധനത്തിന്റെ ഉടമകൾ തടയപ്പെട്ടത്? കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയണം. അവർ അതെങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ അതവർ ചെലവഴിച്ചു, എങ്ങനെ അവർ കുടുംബത്തിന് നൽകി, അവർ മറ്റുള്ളവരെ കൊള്ളയടിച്ചതാണോ, അവർ മറ്റുള്ളവന്റെ അപഹരിച്ചതാണോ, അവർ മറ്റുള്ളവനെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഇതിന് മറുപടി പറയാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ സമ്പന്നതയുള്ള ആളുകൾക്ക് കഴിയില്ല എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം